അന്നദാന ദിനം ഒരു അത്യപൂർവ കാഴ്ചയ്ക്കാണ് വേദിയായത്. നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ ഈ ക്ഷേത്രത്തിന്റെ പുനഃപ്രതിഷ്ഠിതവുമായി ബന്ധപ്പെട്ട അന്നദാനത്തിൽ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ നേരിട്ടെത്തി. അദ്ദേഹം ഇവിടുത്തെ ക്ഷേത്ര ഭാരവാഹികൾ മറ്റ് നാട്ടുകാർ അവരോടൊപ്പം ഈ അന്നദാനത്തിൽ പങ്കെടുത്ത് ഭക്ഷണം കഴിക്കുകയാണ്. തങ്ങൾ തന്നെ ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നു. ഞങ്ങൾ ആദ്യമേ ചോദിക്കട്ടെ, ഭക്ഷണം എങ്ങനെയുണ്ട്? ഭക്ഷണം വളരെ രുചികരമായ ഭക്ഷണമാണ്. 5-8 കൂട്ടുകൾ ഇവിടെയുണ്ട്. സാധാരണ ഞങ്ങൾ ഇങ്ങനെയുള്ള ചടങ്ങിലൊക്കെ എപ്പോഴും പോകാറുണ്ട്. അതിലൊക്കെ പ്രധാന ആകർഷണം അവിടുത്തെ സദ്യ തന്നെയാണ്. ഇവിടെ ഇപ്പം നല്ല സദ്യ കിട്ടി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയമുള്ള സഹോദരന്മാരെ, പ്രിയമുള്ള മുസ്ലിം സമുദായമേ, നമ്മുടെ ബഹുമാനപ്പെട്ട പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ അദ്ദേഹം പറയുന്ന ഒരു കാര്യം ഒന്നും അറിയാത്ത പോലെ, ചെറിയ കുട്ടികൾക്ക് പോലും പറഞ്ഞു കേട്ടിട്ട് ആണെങ്കിലും നമ്മുടെ പള്ളി പൊളിച്ച് ഇവിടെ രാമക്ഷേത്രം പണിഞ്ഞു എന്നത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അതുകൊണ്ട് ഒന്നും അറിയാത്ത പോലെ അദ്ദേഹം സംസാരിക്കുന്നതെന്ന് കേട്ടോളൂ ഇൻഷാ അല്ലാഹ്. നമ്മൾ തയ്യാറാക്കേണ്ടത്. ഇന്നലെ ഒരു വലിയ സംഭവം നമ്മുടെ രാജ്യത്ത് നടന്നു എന്ന് നമുക്കറിയാം. രാജ്യത്തെ ഭൂരിഭാഗം ജനങ്ങളും ആദരിക്കുന്ന ബഹുമാനിക്കുന്ന ശ്രീരാമക്ഷേത്രം അതൊരു യാഥാർത്ഥ്യമാണ്. അത് രാജ്യം അതിൽ നിന്നും നമുക്ക് പുറകോട്ട് പോകുവാൻ സാധിക്കുകയില്ല. അത് രാജ്യത്തെ ഭൂരിപക്ഷം വരുന്നൊരു സമൂഹത്തിന്റെ ആവശ്യമാണ്. അത് അയോധ്യയിൽ നിലവിൽ വന്നു എന്നുള്ളതാണല്ലോ. പക്ഷെ അതേക്കുറിച്ച് നമ്മൾ അതിനെ പ്രതിഷേധിക്കേണ്ട മറ്റോ കാര്യമൊന്നും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇല്ല. കാരണം അത് ബഹുസ്വര സമൂഹത്തിൽ ഓരോരുത്തർക്കും ഓരോ വിശ്വാസങ്ങളുണ്ട്, പാരമ്പര്യങ്ങളുണ്ട്, അനുഷ്ഠാനങ്ങളുണ്ട്, ആചാരങ്ങളുണ്ട്. അതനുസരിച്ച് മുന്നോട്ട് പോകുവാൻ നമ്മുടെ രാജ്യത്ത് സ്വാതന്ത്ര്യമുണ്ട്. കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ നിലവിലുന്ന ക്ഷേത്രം, കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ നിർമ്മിക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന ബാബരി മസ്ജിദ്. എന്തേ പറഞ്ഞത്? കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ നിലനിന്നിരുന്ന ക്ഷേത്രമല്ല തങ്ങളെ. നിങ്ങൾ എന്ത് തങ്ങളാണ്? എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ മൈക്കണ്ട് കിട്ടിക്കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ പറയാ. ആരെങ്ങൾക്ക് പേടി? ബാബരി മസ്ജിദ് എന്ന് പറയുന്നു. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ബഹുമാനമുള്ളവരെ, നമ്മുടെ ബഹുമാനപ്പെട്ട പാണക്കാട് തങ്ങൾ സാദിഖ് അലി ശിഹാബ് തങ്ങൾ അബോധാവസ്ഥയിലായി എന്ന് പറയാൻ കോമാവസ്ഥയിലായി എന്നാണ് പറയേണ്ടത്. ഒരു ബോധവുമില്ലാതെ രാഷ്ട്രീയ ലാഭത്തിനെ മാത്രം കണക്കിലെടുത്തും കൊണ്ട് ഇപ്പോഴത്തെ അവസ്ഥ കാണുന്നുണ്ടല്ലോ. ആരും ക്ഷേത്രം പണിയുന്നതോ അല്ലെങ്കിൽ ഇതര മതസ്ഥരുടെ ഏത് കാര്യമാണെങ്കിലും ഒരു മുസ്ലിമിനും വേദനയില്ല. ഇവിടെ നമ്മുടെ പള്ളി തകർത്തും കൊണ്ട്, ബാബരി മസ്ജിദ് തകർത്തും കൊണ്ട് ഉണ്ടാക്കിയ ഒരു ക്ഷേത്രമാണ്. അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും അതിൻ്റെ വേദന, മുസ്ലിമിന് മാത്രമല്ല എല്ലാ വിഭാഗത്തിലും പെട്ട എല്ലാവർക്കും ഇതിൽ നമ്മുടെ ഭാരതത്തിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്ത്, എല്ലാ ഹിന്ദുക്കളും സപ്പോർട്ട് ചെയ്തു എന്ന് പോലും പറയാൻ അസാധ്യമാണ്. എല്ലാവർക്കും അതിൻ്റെ വേദനയുണ്ട്. അല്പം ജനങ്ങളെ ഇതിനെ സ്വാഗതം ചെയ്തിട്ടുള്ളൂ, അതിൻ്റെ കാര്യത്തിൽ സന്തോഷിച്ചിട്ടുള്ളൂ. അവരുടെ ക്ഷേത്രമായതുകൊണ്ട് അവർ പോകുന്നു എന്നല്ലാതെ ഇത് ശരിയായ നിലപാട് അല്ല എന്ന് പോലും അവർ പോലും മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ ബഹുമാനപ്പെട്ട സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഇത്ര എളുപ്പത്തിൽ പറഞ്ഞു തീർക്കുന്നത്. ഇതിന് കാരണമുണ്ട്. ഇപ്പോൾ രാഷ്ട്രീയ കാരണത്തിന് വേണ്ടി ലോക്സഭാ തെരഞ്ഞെടുപ്പ് വന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇവർ ആരുടെ കൂടെയാണുള്ളത്? കോൺഗ്രസിൻ്റെ കൂടെയാണ്. പണ്ടും ഈ പള്ളി പൊളിക്കുന്ന അവസരത്തിൽ കോൺഗ്രസിന് കൂടായിരുന്നു. കോൺഗ്രസ് ആയിരുന്നു ഭരിച്ചുകൊണ്ടിരിക്കെ BJPക്കാർ RSSക്കാർ പോയി അതിന് പൊളിച്ചു. ആ സമയത്ത് തടയേണ്ട കാര്യം
തടയേണ്ട രീതിയിൽ തടയേണ്ടതായിരിക്കുന്ന അധികാരവും അതിൻ്റെ ശക്തിയും ഉണ്ടായിരുന്നത് ഇവർക്ക് തന്നെയാണ്. ഇവർക്ക് ആ കാലത്തും ഭയമുണ്ടായി. ഇപ്പോൾ അവസാനം തിരഞ്ഞെടുപ്പ് വന്നതോടുകൂടെ ഒരുപാട് പാർട്ടികൾ, ലോക്കൽ പാർട്ടികൾ ഓരോ സ്റ്റേറ്റുകളിലും, ഇതുപോലെ ഇവിടുത്തെ കർണാടക സ്റ്റേറ്റിൽ കുമാരസ്വാമി പോയതുപോലെ, അതുപോലെ നമ്മുടെ മുൻ പ്രധാനി ദേവേഗൗഡ, അദ്ദേഹം അങ്ങോട്ട് ചാടുമെന്ന് ആരും പ്രതീക്ഷിച്ചതല്ല, അത്ഭുതമായിരുന്നു. അതുകൊണ്ട് ഇവിടെ സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഇനി അങ്ങോട്ട് ചാടിയാലും ആരും അത്ഭുതപ്പെടേണ്ട കാര്യമില്ല. ഇത് രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി മാത്രമാണ്. ഈ രാഷ്ട്രീയത്തിൽ മാത്രം കളിക്കേണ്ട ഇവർ മതത്തിൻ്റെ ഇടയിൽ വന്ന് കളിക്കാൻ പാടില്ല. മുസ്ലിമീങ്ങൾക്ക് അതിന് ഡയറക്ഷൻ കൊടുക്കാൻ പാടില്ല. അവർ രാഷ്ട്രീയം കൊതിയാണെങ്കിൽ രാഷ്ട്രീയം മാത്രമാണ് കളിക്കേണ്ടത്. അവർ മഹല്ല് കമ്മിറ്റിയിലോ അതല്ലെങ്കിൽ ഖാദിയായോ അതല്ലെങ്കിൽ നേതാവായോ സമസ്തയുടെ അംഗമായോ ഇതൊന്നും ചെയ്യേണ്ടതില്ല. രാഷ്ട്രീയമാണെങ്കിൽ രാഷ്ട്രീയം മാത്രമാണ് കളിക്കേണ്ടത്. ഇനിയിപ്പോൾ കോൺഗ്രസ്സിലായില്ലെങ്കിൽ, കൂട്ടുകെട്ട് കഴിഞ്ഞില്ലെങ്കിൽ നിതീഷ് കുമാറിനെ പോലെ മറ്റേ പാർട്ടിയിലേക്ക് പോകാം, അവരുടെ കൂടെ പോകാം. അവർക്ക് അതിൽ പോകാനുള്ള ചാൻസ് ഉണ്ട്. അത് അവരുടെ ബിസിനസ്സാണല്ലോ. രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ അവരുടെ ബിസിനസ്സാണ്. ആ രാഷ്ട്രീയത്തിൻ്റെ ലക്ഷ്യം വെച്ചുകൊണ്ട് മാത്രമാണ് ഇത്തരം വാക്കുകൾ നാക്കിൽ നിന്ന് വരുന്നത്. ഇല്ലെങ്കിൽ അസാധ്യമാണ്. ഒരു അള്ളാഹുവിനെ എല്ലാ സമയത്തും സ്തുതിക്കുന്നവർ, അള്ളാഹുവിന് സുജൂദിടുന്നവർക്ക് അള്ളാഹുവിൻ്റെ പള്ളിയെ മറക്കാൻ പറ്റുമോ? നിങ്ങൾ തന്നെ ആലോചിക്കുക സഹോദരന്മാരെ. അള്ളാഹുവിൻ്റെ പള്ളീനെ തകർത്ത ആ വിഷയത്തിൽ മറക്കാൻ പറ്റുമോ? ഒരിക്കലും ഇല്ല, അസാധ്യമാണ്. അപ്പോൾ ഈ രാഷ്ട്രീയ ലാഭം മാത്രമാണ്. ഞാൻ രാഷ്ട്രീയത്തിൻ്റെ ഈ മുസ്ലിം ലീഗിൻ്റെ പ്രസിഡൻ്റാണ്, അതിൻ്റെ അധ്യക്ഷനാണ്. അപ്പോൾ 1-2 സീറ്റെങ്കിലും ലോക്സഭയിൽ തിരഞ്ഞെടുക്കുമ്പോൾ അതിൽ വിജയിക്കണമെങ്കിൽ ഞാൻ ഏത് രീതിയിലാണ് പറയേണ്ടത് എന്ന് പോലും അവർക്ക് ഭയമാണ്. അതുകൊണ്ട് മറ്റുള്ളവരെ ഭയന്നും കൊണ്ടും അതുപോലെ നമുക്കൊരു സീറ്റ് 1-2 നേടിയെടുക്കണമെന്നുള്ള ഒരു ആശയോടു കൂടെ, ഒരു താല്പര്യത്തോടു കൂടെ പറയുന്നതാണ്. എങ്കിലും അവർ പറയട്ടെ, അവർ രാഷ്ട്രീയം ചെയ്യട്ടെ, വെറുതെ കച്ചവടം അവർ ചെയ്യട്ടെ. അത് അവരുടെ കച്ചവടമാണ്. ആ കച്ചവടത്തിൻ്റെ ഇടയ്ക്ക് ഈ മതത്തിൻ്റെ കച്ചവടം അവർക്ക് വേണ്ട എന്നാണ് ഞാൻ പറയുന്നത്. മതത്തിലേക്ക് വരരുത് അവർ. ഇതുപോലെയുള്ളവർ മതത്തിൻ്റെ ഭാഗത്തേക്ക് പോലും വരരുത്. ഇത് ആക്ഷേപമല്ല, തങ്ങളെ ബഹുമാനിച്ചുകൊണ്ട് തന്നെയാണ് പറയുന്നത്. അവർ ഒന്നോ ദീനി അതല്ലെങ്കിൽ രാഷ്ട്രീയം നിലപാടിൽ നിൽക്കാൻ കഴിയാത്തവർക്ക് അതാണ് നല്ലത്. അതല്ലെങ്കിൽ ഉറച്ചു നിൽക്കണം. നമ്മുടെ നിലപാട് നമ്മൾ പറയാൻ നമുക്ക് ഒരു ഭയം ഉണ്ടാകാൻ പാടില്ല. അതിൽ കഷ്ടമോ നഷ്ടമോ എല്ലാം ഉണ്ടാകും. അതല്ലെങ്കിൽ അത്തരം നേതൃത്വത്തിലേക്ക് വരരുത് എന്നാണ് ഞാൻ പറയുന്നത്. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.